എൻ്റെ പേര് സലോമി ജെയ്മോൻ. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 19 ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് മാതാവിനോട് നന്ദി പറയുവാൻ എന്നെ യോഗ്യയാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്ക് 15 വർഷമായിട്ട് നെഞ്ചിനകത്ത് വേദനയായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ പോയി, കഴിക്കാത്ത മരുന്നുകളൊന്നുമില്ല. വേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മരണവേദനയായിരിക്കും. അത് കണ്ടു നിൽക്കുന്നവർക്കും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുന്ന് എൻ്റെ അനിയൻ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ആ തൈലം കൊണ്ടുവന്ന് പുരട്ടി തന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ആ വേദന മാറിക്കിട്ടി. അത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് സുഖമില്ലായിരുന്നു, കാൽസ്യം കുറഞ്ഞു പോകുമായിരുന്നു. കൊച്ചു നേഴ്സിംഗ് പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും കൊച്ചിന് കാൽസ്യം കുറഞ്ഞു പോയിട്ട് കൈയും കാലെല്ലാം കൊച്ചു പിടിച്ച് ബോധമില്ലാതെ എപ്പോഴും ICUലാവും. അങ്ങനെ വന്ന് ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ചാണ് ഈ തൈലം പുരട്ടി തന്ന് പ്രാർത്ഥിച്ചത്. അത് ഞങ്ങൾ 2 പേരും പിറ്റേ ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. പക്ഷേ അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ മണൽ വാരിയിട്ട് താഴില്ലാത്ത പോലെയുള്ള തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ടോക്കൺ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി, ഒരെണ്ണം കിട്ടിയുള്ളൂ. അത് ഞങ്ങൾക്ക് 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. ആ 2 എണ്ണം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഒരു ലാസ്റ്റത്തെ ടോക്കണായിരുന്നു, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ബാക്കിൽ നിന്ന് കൈയിട്ട് ആ ടോക്കൺ അങ്ങ് വാങ്ങിക്കൊണ്ട് പോയി. അപ്പം ഞങ്ങൾക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് പള്ളിയകത്ത് വന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. പിന്നെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉമ്മിനീര് ഗ്രന്ഥിയിൽ കല്ലായിരുന്നു. എനിക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇവിടെ നീര് പോലെ വീർത്ത് വരും. പിന്നെ എനിക്ക് ഒന്നും കഴിക്കാനോ ഒരു വർത്തമാനം പറയാനോ ഒന്നും പറ്റില്ല. ചിലപ്പോൾ 4 ദിവസമൊക്കെ അതങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ചിലപ്പോൾ തിരിച്ച് ഇങ്ങനെ ഈ നമ്മൾ മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ ഊറി കുടിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയുകയോ അനങ്ങോ ചെയ്യുമ്പോൾ ആ കല്ല് വീണ്ടും ഇങ്ങോട്ട് നീങ്ങി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പോൾ മാതാവ് അത് മാറ്റി തന്ന കല്ല് ഒരു 2 മാസം മുമ്പ് അതിങ്ങോട്ട് തന്നെ പുറത്തേക്ക് ചാടി പോരുകയാണ് ചെയ്തത്. എൻ്റെ കയ്യിൽ കിട്ടി. ഞാനതെടുത്ത് എല്ലാവരും കാണിക്കാനായിട്ട് സന്തോഷത്തോടുകൂടി അയലൊക്കത്തുള്ള വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിങ്ങനെ കാണിച്ചതാണ്. അത് താഴോട്ട് ചാടിപ്പോയി, മിറ്റലിൻ്റെ അകത്ത് പോയി. അതുകൊണ്ട് എനിക്കത് സാക്ഷി കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അടുത്തുള്ളവർ കണ്ടു. ഞാൻ അയൽവാസികളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് പിന്നെ ഇങ്ങനെ അടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ തോർത്തൊക്കെ ഇങ്ങനെ നെറ്റിയിൽ വട്ടം വലിച്ച് മുറുക്കി കെട്ടി വയ്ക്കും. എന്നാലും എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വരും. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുകയോ ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ആ വേദന മാറി കിട്ടുന്നത്. ഈ ഉടമ്പടി എടുത്തത് പിന്നെ മാതാവ് അത് മാറ്റി തന്നു. ഇന്ന് വരെ അത് പിന്നീട് എനിക്ക് ഈ ഉള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അനിയനൊരു വൈദികനാണ്. അച്ഛന് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നു. പുള്ളി പറഞ്ഞു എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി. അത് പിന്നീട് ഇന്ന് വരെ ആ വേദനയും ഉണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ ഈ ഉടമ്പടി തൈലോ നേർച്ച ഉപ്പുമായ ഞങ്ങൾ ഉപയോഗിക്കുന്നതല്ല. ഞങ്ങൾ വേറൊരു മരുന്നും ഉപയോഗിക്കാറില്ല. ഞങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും സൗഖ്യം തരുന്നുണ്ട് മാതാവ്. അതുപോലെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആര് പറഞ്ഞാലും ഞാൻ അവർക്കെല്ലാം ഈ ഉടമ്പടി തൈലോ ഉപ്പുമാണ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അവർക്കും അതിനെല്ലാം മാതാവ് അസുഖം മാറ്റി കൊടുക്കുകയും അതിനുള്ള അനുഗ്രഹവും കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ മകൾക്ക് വിസ തടസ്സമായിരുന്നു. വിസ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ UK സ്റ്റുഡൻറ്റ് വിസ തീർന്നു. ഇന്നിപ്പോൾ പറയുവാണ് മമ്മി നാളെയും കൂടി ഉള്ളൂ എനിക്ക് വിസ. നാളെയും എനിക്ക് വർക്ക് വിസ കിട്ടിയില്ലെങ്കിൽ വർക്ക് വിസയ്ക്ക് കൊടുത്തു. ഇവർ 17 പേര് കൊടുത്തതിൽ ഇവർ ഉടമ്പടി എടുത്ത 2 പേരുണ്ടായിരുന്നു ഈ ഹോമിൽ. അപ്പോൾ ഈ ഹോമിൽ ഈ ഉടമ്പടി എടുത്തവർക്ക് 2 പേർക്കും കിട്ടിയില്ല. ബാക്കി 15 പേർക്കും വിസ കിട്ടി. ഈ ഉടമ്പടി എടുത്തതിൽ മറ്റേ കൊച്ചിനും
അന്ന് രാവിലെ വിസ വന്നു, ഇവൾക്ക് മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവൾ ഉച്ചയായപ്പോഴെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇന്നും എനിക്ക് വിസ വന്നിട്ടില്ല, ഇന്നും വന്നില്ലെങ്കിൽ എനിക്ക് നാളെ ഞാൻ കെട്ടും കിടയായിട്ട് വീട്ടിലോട്ട് പോരേണ്ടി വരും എന്ന് പറഞ്ഞു. പറഞ്ഞു നീ വിഷമിക്കണ്ട, നാം മാതാവിനോടല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അമ്മ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം മാതാവിനോട് അടുക്കുന്നോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്ര കഷ്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കഷ്ടത തരുന്നത്. നീ ഒരിക്കലും വിഷമിക്കണ്ട, അമ്മേനെ ഏൽപ്പിച്ച കാര്യം അമ്മ തന്നെ നിർവഹിച്ച് തന്നോളൂ എന്ന് പറഞ്ഞു. മോളും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തേക്കണേ. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക മാത്രമേ അത് കാര്യമുള്ളൂ, നിൻ്റെ ഉപേക്ഷ കൊണ്ടായിരിക്കും വൈകിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കത്തില്ല, എൻ്റെ മകൾക്ക് ഇന്ന് വിസ കിട്ടിയില്ലെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തുമില്ല, ഞാനിവിടെ ഇന്നൊന്നും കഴിക്കത്തുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ചുമ്മാ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നടന്നു. സന്ധ്യയായി, വൈകുന്നേരം 3 മണിയായപ്പോൾ അവൾ പറഞ്ഞു, മമ്മി ഇതുവരെ വിസ വന്നിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ബാക്ക് എടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ ഞങ്ങളുടെ വീണ്ടും കൊടുക്കണം. ഞങ്ങൾ ഓൾറെഡി 14 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുകയാണ്. എങ്കിലും അവൾ പേപ്പർ വർക്കെല്ലാം ശരിയാക്കി സ്റ്റേ ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ കൊടുത്ത് എടുക്കാം എന്നുള്ള രീതിയിൽ പേപ്പറൊക്കെ ശരിയാക്കി. അപ്പോൾ വക്കീൽ പറഞ്ഞു 3 മണി വരെ സമയമുണ്ടല്ലോ, 3 മണി കഴിഞ്ഞിട്ടും അവർ കെയർ ഹോമുകാർ വിസ തന്നില്ലെങ്കിൽ മാത്രം നമുക്ക് പേപ്പർ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് 3 മണി വരെ സമയമുണ്ടല്ലോ, നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ 7 മണിയായപ്പോൾ കൊണ്ട് ഞാൻ മുട്ടുമേ നിന്ന് ഞാൻ പറഞ്ഞു, ഫോണും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഈ കൊന്ത ചെല്ലി തീരണേക്ക് മുമ്പ് തന്നെ എനിക്ക് മോൾക്ക് വിസ വന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടണം. കൊന്ത ചൊല്ലി രഹസ്യങ്ങൾ ചൊല്ലി തീർന്നു, ലുത്തിനെ ആവണേക്ക് മുമ്പ് ലുത്തിനെ ചെല്ലാൻ തുടങ്ങുമ്പോൾ ഫോണിൽ ബെല്ലടിക്കുവാണ്. ഞാൻ വേഗം ആ കൊന്ത അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം എടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എനിക്ക് വിസ വന്നു കേട്ടോ എന്ന് പറഞ്ഞു. അവൾ കട്ടാക്കുകയും ചെയ്തു. ഞാൻ പിന്നെ കൊന്ത പൂർത്തീകരിച്ചില്ല. ഞാൻ അവിടെ കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞു. മാതാവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു, ഞാൻ പരീക്ഷിക്കുകയാണല്ലോ ചെയ്ത്. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടായിക്കായാലും ഈ എരണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസത്തേക്ക് അവർ കഴിഞ്ഞപ്പോൾ അവരവിടെ നിൽക്കണ്ട, നിങ്ങൾ നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് വിട്ടു. എൻ്റെ സാധാരണ വരുമ്പോൾ അവർ റിട്ടേൺ ടിക്കറ്റ് കൊടുത്താണ് വിടാറ്. ചേട്ടായിക്ക് റിട്ടേൺ ടിക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മാസം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്നിങ്ങനെ അവിടെ നിന്ന് അറിയിച്ചുകൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇങ്ങനെ വിഷമിച്ചിട്ട് ഞാനും ചേട്ടായും എല്ലാ മാസവും ഇവിടെ ടീച്ചറുടെ കൂടെ ഇവിടെ വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി മാതാവ് കൈവിടില്ല, അത് നടക്കും വിളിക്കും, അടുത്ത മാസത്തേക്ക് വിളിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 6 മാസമായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡേറ്റ് തീരുന്ന 30-ാം തീയതി 3-ാം തീയതി ഡേറ്റ് തീരും. അത് കഴിഞ്ഞ് ഞങ്ങളെ പറഞ്ഞു, എന്താ ചേട്ടായി പറഞ്ഞു, ഞാൻ ഇനി ചേട്ടായി നോക്കിയിരിക്കണ്ട, സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് പോക്കോ, അവിടെ ചെല്ലുമ്പോൾ അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് തിരിച്ചു പോരാം, അല്ലെങ്കിൽ ചേട്ടായി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 1 വർഷം തികഞ്ഞു. കഴിഞ്ഞ 30-ാം തീയതി 1 വർഷമായി, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സാലറിയും കൂട്ടി കൊടുത്തു, പുതിയ സൈറ്റിലേക്ക് വർക്ക് മാറ്റി കൊടുത്തു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കിണർ ഇങ്ങനെ ഇടിഞ്ഞു പോയായിരുന്നു. ഒരു മഴയത്ത് നവംബർ മാസത്തിൽ കിണർ ഇടിഞ്ഞു പോയി. അപ്പം പിന്നെ എനിക്ക് കുടിവെള്ളം ഇല്ലാതെ വന്നു. ഇത്രയും കടത്തിൽ നിൽക്കുമ്പോൾ പുതിയൊരു കിണർ താത്താനുള്ള സാമ്പത്തികമായിട്ടും ഇല്ലായിരുന്നു. അപ്പം കാര്യം അടുത്ത വീട്ടിൽ അവർ പറഞ്ഞു വെള്ളം എടുത്തോ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അലക്കാനും കുളിക്കാനും സർവത്ര കാര്യത്തിനും അവർ വെള്ളം തരണ്ടേ. ആ ഒരു ഇതിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുടിവെള്ളത്തിൻ്റെ കാര്യം അമ്മ ഒന്ന് പരിഹരിക്കണമേ, ഞാൻ എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും, അതിന് അമ്മ ഒരു പരിഹാരം ഉണ്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേ പെട്ടെന്ന് എന്നോട് എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് കിറ്റാച്ചിയും കൊണ്ട് കിണർ കുറച്ച് കുഴിച്ചുകൂടാ, ബാക്കി അപ്പം ഒത്തിരി പൈസ ആവത്തില്ലല്ലോ, പെട്ടെന്ന് പണി തീരുമല്ലോ, മണിക്കൂറിന് ഇത്ര രൂപയല്ലേ വരുന്നുള്ളൂ, ബാക്കി പൈസ നമുക്ക് താത്തിയാൽ മതിയല്ലോ എന്നോർത്തു. അപ്പം ഞാൻ ചേട്ടായി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ എവിടെ ഇങ്ങനെ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞു. ചേട്ടായി അപ്പോൾ തന്നെ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചു. കൂട്ടുകാരൻ ഉടനെ വണ്ടിക്കാരനെ വിളിച്ചു. ഈ പറഞ്ഞ നേരം കൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ വണ്ടിക്കാരൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, എൻ്റെ കയ്യിൽ ആകെ കൂടി 3000 രൂപ ഇരിപ്പുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഇത് പണി കഴിയുമ്പോൾ ഞാനെങ്ങനെ പൈസ കൊടുക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ ഇറ്റലിക്ക് പോയിട്ട് 1 മാസം ആയില്ല.
അപ്പോൾ അവന് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 22,000 രൂപ ഇട്ടിട്ടുണ്ട്, നീ അത് എടുത്ത് എന്താ ചെയ്തോ, ചിട്ടിക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ അന്നേരം മാതാവേ ഇപ്പം തൽക്കാലം എൻ്റെ ആവശ്യം നടക്കൂലോ, ചിട്ടി പിന്നെ ആയാലും കൊടുക്കാമല്ലോ എന്നോർത്തു. അങ്ങനെ വന്ന് പെട്ടെന്ന് എന്നെ കൊച്ചിനെ പറഞ്ഞു വിട്ട്, അനിയൻ്റെ മകനുണ്ടായിരുന്നു വീട്ടിൽ, അവനെ പറഞ്ഞു വിട്ട് ATM കാർഡ് കൊടുത്ത് പൈസ എടുത്ത് കിണർ താത്തി വണ്ടിക്കാരനും കൊടുത്തു. ബാക്കി 1,20,000 രൂപയായി ഞങ്ങളൊരു കിണർ താത്തേന് 3,000 രൂപയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയതാണ്. എങ്ങനെയാണെന്നറിയില്ല, പൈസയെല്ലാം മാതാവ് ക്രമീകരിച്ച് തന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇപ്പം കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, എല്ലാ പണിയും കിണറിൻ്റെ കഴിഞ്ഞു, റിങ്ങും ഇറക്കി എല്ലാം തന്നു. മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.